പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 5 പേജ് നമ്പർ 123 ഫിഗർ ഇറ്റ് ഔട്ടിൻ്റെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യൻസും ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഫിഗർ ഇറ്റ് ഔട്ട് കാണുക, എന്നാലേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻ ദ ഫിഗർ ബിലോ വാട്ട് ആംഗിൾസ് ഡു എക്സ് ആൻഡ് വൈ സ്റ്റാൻഡ് ഫോർ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ ഫിഗറിനകത്ത് എക്സും വൈയും ഏത് ആംഗിളാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു ഫിഗർ തരുമ്പം നിങ്ങൾ ആദ്യം നോക്കേണ്ടത് അതിനകത്തെ പാരലൽ ലൈൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ആരോ തന്നിട്ടുള്ളതായിരിക്കും പാരലൽ ലൈൻസ്. അപ്പോൾ ഇവിടെ ഇത് രണ്ടെണ്ണം പാരലൽ ലൈൻസാണ്. അപ്പോൾ ഈ ലൈൻസിൻ്റെ ട്രാൻസ്വേഴ്സിൽ വെച്ചിട്ടായിരിക്കണം നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ലൈനിന് ഇത് ട്രാൻസ്വേഴ്സിലാണ്. ഇത് ട്രാൻസ്വേഴ്സിലാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ സ്ക്വയർ സൈൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് റൈറ്റ് ആംഗിളാണ്, അതായത് ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആംഗിളാണ് ഈ താഴെ കാണുന്ന ഈ ഒരു ആംഗിൾ. ഇതും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. പക്ഷേ ഈ ആംഗിളിൽ ഇത്രയും പോർഷൻ നമുക്ക് എന്താണ് എന്ന് തന്നിട്ടുണ്ട്? 65 ആണ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് ഇതാണല്ലേ. അപ്പം എക്സ് കണ്ടുപിടിക്കണേ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ ഒരു ആംഗിൾ കണ്ടുപിടിച്ചാൽ നമുക്ക് എക്സ് കിട്ടും. കാരണം എന്താണ്? ഈ രണ്ട് ആംഗിൾസ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ അല്ലേ. അപ്പോൾ എക്സ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇത് 90 ആണ് എന്നറിയാം. അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിളായ ഇതും അപ്പോൾ എന്തായിരിക്കും? 90 ആയിരിക്കും. അതിൽ ഇത്രയും പോർഷൻ 65 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ ഇത് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് വൈ കണ്ടുപിടിക്കാനും എളുപ്പമാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആംഗിൾസിന് നമുക്ക് എന്തെങ്കിലും ഒരു നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതിന് ആംഗിൾ 1 എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്തെഴുതാം? ഇത് ആംഗിൾ 90 ആണല്ലേ. അപ്പം ഇത് 90 ഡിഗ്രിയാണ്. അപ്പം 90 ഡിഗ്രി എന്തിന് ഈക്വലാണ്? 65 ഡിഗ്രി പ്ലസ് ആംഗിൾ 1ന് ഈക്വലാണ്. ഇത് രണ്ടും 90 ഡിഗ്രി വീതമാണ്. അപ്പോൾ ഇവിടെ റീസൺ എന്തെഴുതാം? ഇത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഓക്കെ, ഇനി ഇവിടുന്ന് ആംഗിൾ 1 അപ്പോൾ എന്ത് വരും? ആംഗിൾ 1 എന്ന് പറയുന്നത് 90 ഡിഗ്രിയിൽ നിന്ന് ഈ 65 ഡിഗ്രി സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? അതായിരിക്കും ആംഗിൾ 1 എന്ന് പറയുന്നത്. അതായത് ഈ 65നെ ഈ 90യിൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു 90 മൈനസ് 65, ദാറ്റ് ഈസ് 25 ഡിഗ്രി. അപ്പോൾ ആംഗിൾ 1 നമുക്ക് 25 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ആംഗിൾ 1 25 ആണെങ്കിൽ എക്സ് എന്തായിരിക്കും? 25 ഡിഗ്രി ആയിരിക്കും. സോ എക്സ് ഈസ് ഈക്വൽ ടു 25 ഡിഗ്രി. കാരണം എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ഓക്കെ, എക്സ് നമുക്കപ്പോൾ 25 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു എന്ന് വേണമെങ്കിൽ എഴുതിക്കുക കേട്ടോ. സോ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 1ഉം എക്സും ഈക്വലാണ്. ഓക്കെ, ഇനി നമുക്കിവിടെ വൈ കണ്ടുപിടിക്കണം. അപ്പോൾ വൈ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ രണ്ട് ലൈൻസ് പാരലലാണ്. ഇത് അതിൻ്റെ ട്രാൻസ്വേഴ്സലുമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിളും എന്താണ്? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ ഈ ആംഗിള് ഞാൻ ആംഗിൾ 2 എന്ന് പേര് കൊടുക്കുന്നു. അപ്പോൾ ആംഗിൾ 2ഉം ആംഗിൾ 1ഉം എന്താണ്? ഈക്വലാണ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അടുത്തത് ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ അല്ല, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് കേട്ടോ. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് നിങ്ങൾ എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതിക്കണം. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് തന്നെ എഴുതിക്കണം കേട്ടോ. അപ്പോൾ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2. അപ്പോൾ ആംഗിൾ 2 എന്ത് വരും? ആംഗിൾ 1 25 ആണ്. സോ ആംഗിൾ 2 ഈസ് ഈക്വൽ ടു 25. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് 25 എന്ന് കിട്ടി. ഇനി വൈ കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? ആംഗിൾ 2 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇത് ലീനിയർ പെയർ ആണല്ലേ. അപ്പോൾ ലീനിയർ പെയർ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ആംഗിൾ 2 എന്ന് പറയുന്നത് 25 ആണ്. 25 പ്ലസ് ആംഗിൾ വൈ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. റീസൺ എന്തെഴുതാം? ലീനിയർ പെയർ.
ഓക്കെ. അപ്പോൾ ആംഗിൾ വൈ എന്ത് വരും? ആംഗിൾ വൈ എന്ന് പറയുന്നത് 180യിൽ നിന്ന് ഈ ആംഗിൾ 2 സബ്ട്രാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ 180 മൈനസ് 25 ഈസ് ഈക്വൽ ടു 155 ഡിഗ്രി. അപ്പോൾ ആംഗിൾ വൈ എന്ന് പറയുന്നത് 155 ഡിഗ്രിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡിൽ കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു മെത്തേഡിൽ കണ്ടുപിടിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 65 എന്താ ഈ ആംഗിളും കൂടെ ചേരുന്നതിന് ഈക്വലാണ് ആംഗിൾ വൈ. അങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഈ ആംഗിൾ എന്ത് വരും? ഇത് 90 ആയതുകൊണ്ട് ഇതും 90 ആയിരിക്കും. അപ്പോൾ 90യും 65ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നോ അതിന് ഈക്വലാണ് വൈ. അപ്പം ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ തന്നെ നമുക്ക് പല മെത്തേഡുകളുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന മെത്തേഡ് ആയിരിക്കത്തില്ല ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചർ ചെയ്യിക്കുന്നത് കേട്ടോ. എങ്ങനെ ചെയ്താലും ആൻസർ എന്ത് കിട്ടണം? സെയിം ആയിട്ട് കിട്ടണം. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളൊരു കാര്യം എഴുതുമ്പം എന്തുകൊണ്ടാണ് അത് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ ബ്രാക്കറ്റിൽ ഈ സൈഡിൽ എഴുതണം കേട്ടോ. അതിന് മാർക്കുള്ളതാണ്. ഇനി അടുത്ത ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ക്വസ്റ്റ്യനിൽ ഈ 2 ലൈൻസ് പാരലലാണ്. ഇത് രണ്ടും ഇതിൻ്റെ ട്രാൻസ്വേഴ്സൽസ് ആണ് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ ആംഗിൾ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കി, ഇവിടെ നമുക്ക് 2 ആംഗിൾസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഒന്ന് 53 ഡിഗ്രി, ഒന്ന് 78 ഡിഗ്രി. ഈ കാണുന്ന ആംഗിളാണ് 78 ഡിഗ്രി. ഇതാണ് 53 ഡിഗ്രി കേട്ടോ. നമുക്ക് മാർക്ക് ചെയ്ത് എഴുതി തന്നിരിക്കുന്നത് ഇവിടെയാണ്, പക്ഷേ 53 എന്ന് പറയുന്നത് ഈ ആംഗിളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ എക്സ് കണ്ടുപിടിക്കണം. എക്സ് എന്തിന് ഈക്വലാണ്? ഈ ഒരു ആംഗിളിന് ഈക്വലാണ്. അതായത് ഇത് രണ്ടും കൂടെ എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ നോക്കിയേ, ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ്. ഇതിനെ നമുക്ക് ട്രാൻസ്വേഴ്സലായിട്ട് എടുത്താൽ ഈ ആംഗിൾ 78 ആയതുകൊണ്ട് ഇത്രയും വരുന്ന ഈ ആംഗിളും എന്തായിരിക്കും? 78 ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ ആംഗിളിന് ആംഗിൾ 1 എന്ന് പേര് കൊടുക്കുന്നു. ഈ മൊത്തത്തിന് ഞാൻ ആംഗിൾ 1 എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ നോക്കിയേ, ആംഗിൾ 1 അപ്പോൾ എന്തിന് ഈക്വലായിരിക്കും? 78ന് ഈക്വലായിരിക്കും. കാരണം എന്താണ്? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഇതിന് ഞാൻ ആംഗിൾ 1 എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു 78 ഡിഗ്രി. ഇത് ട്രാൻസ്വേഴ്സലായിട്ട് എടുത്താൽ ഇത് 53 ആണ് എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത്രയും പോർഷൻ എന്തായിരിക്കും? 53 ആയിരിക്കും. ഞാൻ ഈ മൊത്തം ആംഗിളാണ് ആംഗിൾ 1 എന്നെടുത്തത്. ഇനി ഇത്രയും പോർഷനെ, അതായത് ഈ ഒരു പോർഷനെ ഞാൻ ആംഗിൾ 2 എന്നെടുക്കുന്നു. ഇത് ആംഗിൾ 2 കേട്ടോ. അപ്പോൾ കളർ വെച്ച് നിങ്ങൾ നോക്കിക്കോണം. ഈ ഫുള്ള് ആംഗിൾ 1, ഈ ബ്ലാക്ക് ഷെയ്ഡ് ചെയ്ത ഇത്രയും പോർഷൻ ആംഗിൾ 2. അപ്പോൾ ഇത് 53 ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 53 തന്നെ ആയിരിക്കും. അതും ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണല്ലേ. അപ്പോൾ ആംഗിൾ 2 ഈസ് ഈക്വൽ ടു 53 ഡിഗ്രി ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. അപ്പോൾ ഈ ഫുൾ ആംഗിൾ നമുക്ക് 78 എന്ന് കിട്ടി. ഇത്രയും 53 ആണെങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്ക് ഈസി ആണല്ലോ. ഈ ആംഗിളിന് നമുക്ക് പേര് കൊടുക്കാം ആംഗിൾ 3 എന്ന് പേര് കൊടുക്കാം. ഞാൻ ഒന്നുകൂടെ ഇങ്ങോട്ട് വരച്ച് കാണിക്കാം. ഇത്രയുമാണ് ഈ ഒരു പോർഷൻ്റെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇത് ആംഗിൾ 3, ഇത് ആംഗിൾ 2, ഇത് മൊത്തം കൂടെ ചേരുന്നത് ആംഗിൾ 1. അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് 78 എന്ന് പറയുന്നത് ഇത്രയത്തിന് മൊത്തത്തിന് ഈക്വലാണ്. അപ്പോൾ 78 ആംഗിൾ 1ന് ഈക്വലാണ്. ഇത് 53 ആയതുകൊണ്ട് ഇത്രയും പോർഷന് ഈക്വലാണ് 53. അതെന്ന് പറയുന്നത് ആംഗിൾ 2 ആണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ ഒരു പോർഷനാണ്. അത് ആംഗിൾ 3. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? ഈ മൊത്തം 78 ആണ്. 78ൽ നിന്ന് 53 സബ്ട്രാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോൾ എന്തെഴുതാം? ആംഗിൾ 3 ഇസ് ഈക്വൽ ടു ആംഗിൾ 1 മൈനസ് ആംഗിൾ 2 എന്ന് എഴുതാം അല്ലേ. ആംഗിൾ 1ൽ നിന്ന് ആംഗിൾ 2 സബ്ട്രാക്ട് ചെയ്യുന്നതാണ്. ആംഗിൾ 1 ഈസ് 78 മൈനസ് 53. 78 മൈനസ് 53 ഈസ് 25 ഡിഗ്രി. അപ്പോൾ നമുക്ക് ആംഗിൾ 3 25 എന്ന് കിട്ടി. ആംഗിൾ 3 എന്തിന് ഈക്വലാണ്? എക്സിന് ഈക്വലാണ്. ഓക്കെ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ആംഗിൾ 3. സോ എക്സ് ഈസ് ഈക്വൽ ടു 25 ഡിഗ്രി. എക്സ് നമുക്ക് 25 ഡിഗ്രി എന്ന് കിട്ടി.
റീസൺ എന്തെഴുതാം? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. എക്സും ആംഗിൾ 3യും കൂടെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലെ ടീച്ചർ ഈ പാരലൽ ലൈൻസിനൊക്കെ നെയിം തന്നിട്ടായിരിക്കും എഴുതിക്കുന്നത്. ഇത് എല്ലും ഇത് എമ്മും ആയിട്ട് എടുക്കുന്നു, ഈ ട്രാൻസ്വേഴ്സൽ എസ് ഇത് ടി ആയിട്ട് എടുക്കുന്നു. അപ്പോൾ എന്ന് പറയാം, എൽ പാരലൽ ടു എം ആൻഡ് ടി ഈസ് ദ ട്രാൻസ്വേഴ്സൽ. സോ 78 ഡിഗ്രി ഈസ് ഈക്വൽ ടു ആംഗിൾ എത്രയാണ് നമ്മളെടുത്തത്? ആംഗിൾ 1 എന്നാണ് എടുത്തത് അല്ലേ? ആംഗിൾ 1 അങ്ങനെ എഴുതി ചെയ്യാം കേട്ടോ. അപ്പോൾ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു 78 ഡിഗ്രി. അടുത്തത് എൽ ആൻഡ് എം ആർ പാരലൽ ആൻഡ് എസ് ഈസ് ദ ട്രാൻസ്വേഴ്സൽ. സോ ആംഗിൾ 2 ഈസ് ഈക്വൽ ടു 53 ഡിഗ്രി. അങ്ങനെ എഴുതി വേണമെങ്കിലും ചെയ്യാം കേട്ടോ സ്റ്റെപ്പുകൾ. ഞാനത് എഴുതിയിട്ടില്ല, ജസ്റ്റ് ഡയറക്റ്റ് എഴുതിയിട്ടേ ഉള്ളൂ. എന്നാന്ന് വെച്ചാൽ നമുക്കിവിടെ ലൈൻസിനൊന്നും പേര് തന്നിട്ടില്ല. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആംഗിൾസിന് ജസ്റ്റ് നെയിം കൊടുത്തിട്ട് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്തത്. ഇനി നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർ ലൈൻസിന് പേര് കൊടുത്തിട്ട് സ്റ്റെപ്പുകൾ എഴുതിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ എഴുതിക്കണം കേട്ടോ.